നമ്മുടെ നന്മയ്ക്ക് എന്ന് പറഞ്ഞ് നമ്മളെ ഉപദേശിച്ചിരുന്ന നമ്മുടെ മാതാപിതാക്കളല്ലേ, നമ്മുടെ വെൽ വിഷേഴ്സ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഉപദേശിച്ചിരുന്ന പലതും യഥാർത്ഥത്തിൽ അത് നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല എന്ന് മനസ്സിലാകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് ലൈഫിൽ. പഠിച്ചൊരു നല്ല ജോലി നേടാം, നല്ല ജോലി നേടിയാൽ ലൈഫിൽ എല്ലാമായി നീ രക്ഷപ്പെട്ടു, അതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു. ഞാൻ പറയുന്നു, അത് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു നമ്മളോട്. നമ്മളും അത് നമ്മുടെ മക്കളോടൊക്കെ അത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ലോകത്തിലെ സമ്പന്നരിൽ 75% ആളുകൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സാണ്. 75% ആളുകൾ. അതിനുശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 15% ആളുകൾ ഇൻവെസ്റ്റേഴ്സാണ്. അവർ ലാൻഡിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബിസിനസ്സിൽ ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ് 15%. പിന്നെയുള്ള ലോകത്തിലെ സമ്പന്നരിൽ 7% അത്ലറ്റ്സാണ്. അതായത് സ്പോർട്സുമായി ബന്ധപ്പെട്ട മെസ്സിയെയോ സച്ചിൻ തെണ്ടുൽക്കറെയോ അല്ലെങ്കിൽ റൊണാൾഡോയൊക്കെ പോലെയുള്ള ആൾക്കാർ. പിന്നെ ലാസ്റ്റ് വരുന്ന 3% അത് കലാകാരന്മാരാണ്, ഫിലിം ആക്ടേഴ്സ് അതുപോലുള്ള കലാകാരന്മാർ. അതായത് ഈ 100%-ൽ 1% പോലും എംപ്ലോയി ഇല്ല. അതായത് നമ്മളോട് ഈ പറഞ്ഞ് നല്ല ജോലി വാങ്ങിക്കണമെന്ന് പറഞ്ഞ് നല്ല ജോലി വാങ്ങിച്ചവരാരും ലോകത്തിലെ സമ്പന്നരുടെ ലിസ്റ്റിലില്ല. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ നമുക്ക് തന്ന ഉപദേശമെന്ന് പറയുന്നത് നന്നാകാൻ വേണ്ടിയൊന്നുമുള്ളതല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്, ഒരു സേഫ് ആയിട്ടുള്ള ജീവിതം ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. അല്ലാതെ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ജീവിതമൊന്നും ജീവിക്കാനുള്ള ഉപദേശങ്ങളല്ല ഇവരാരും തന്നത്. ഇവർ തന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇത്രയൊക്കെ നിങ്ങളാകാൻ പാടുള്ളൂ എന്ന് നമ്മളെ 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളിലേക്ക് ആ ഒരു ബോധം ഇഞ്ചെക്റ്റ് ചെയ്ത് അതാണ് പലപ്പോഴും നമുക്കൊരു പുതിയൊരു മൂവിലേക്ക്, അടുത്ത ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെടാനൊക്കെ നമുക്ക് ഭയം തോന്നുന്നത് പലപ്പോഴും അതാണ്. അയ്യോ, പോയാൽ പ്രശ്നമാകുമോ, അല്ലെങ്കിൽ ഞാൻ ഫെയിലാകുമോ. കാരണം നമുക്ക് കൊച്ചിലെ തന്നെ നമുക്ക് ഈ എക്സാം ഫെയിലാകുമോ എന്നുള്ളൊരു പേടി നമ്മളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും മുന്നോട്ട് പോകാൻ, പുതിയ ഓപ്പർച്യൂണിറ്റികളെ കണ്ടെത്താനും, അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റികൾ മുമ്പിൽ വരുമ്പോൾ അയ്യോ അത് വേണോ, ഇപ്പോഴുള്ള സേഫ് സോണിലെങ്കിൽ ജീവിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് നമ്മൾ സേഫായിട്ടുള്ളൊരു ജീവിതത്തിൽ ജീവിച്ച് നമ്മൾ ആ ജീവിതം അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നത് മാത്രമല്ല, നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൂടി ഇതേ ഉപദേശം കൊടുക്കും. നന്നായിട്ട് പഠിച്ച് നമ്മൾ നല്ല ജോലി വാങ്ങിച്ച് ലോകത്തിലെ സമ്പന്നരിലെ ഈ പറയുന്ന 100%-ൽ 1% പോലും പെടാത്ത ആളായി മാറൂ എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത തലമുറയെ കൂടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇഫ് യു വാണ്ട് ചേഞ്ച് യുവർ ലൈഫ്, യു ഹാവ് ടു ചേഞ്ച് യുവർ തോട്ട്സ്. ഞാൻ ഡോക്ടർ സോണി മണിരുതൻ, ഇന്ത്യാസ് ഫസ്റ്റ് ഡ്രീം പ്രണർ. So life never be the same again.